ബി.ജെ.പി. നേതാവും നടനുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നടന്ന തട്ടിപ്പിൽ കുറ്റപത്രം തയ്യാറാക്കി ക്രൈംബ്രാഞ്ച്. സ്ഥാപനത്തിൽ നടന്ന തട്ടിപ്പിൽ 66 ലക്ഷം രൂപ നഷ്ടമായെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. 3 ജീവനക്കാരികളും 1 ജീവനക്കാരിയുടെ ഭർത്താവുമാണ് കേസിലെ പ്രതികൾ. ദിയ കൃഷ്ണയുടെ QR കോഡിന് പകരം ജീവനക്കാരികളുടെ QR കോഡ് വഴി പണം തട്ടിയെടുക്കുകയായിരുന്നു. പ്രതികൾ ആഡംബര ജീവിതത്തിനായി പണം ഉപയോഗിച്ചു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കൃഷ്ണകുമാർ ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിലും അന്വേഷണം അന്തിമഘട്ടത്തിലാണ്. എന്നാൽ പരാതിയിൽ കഴമ്പില്ലെന്നാണ് പോലീസ് പറയുന്നത്. ബി.ജെ.പി. നേതാവ് നടനുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നടന്ന തട്ടിപ്പ് വലിയ രീതിയിൽ വിവാദമായിരുന്നു. ആ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ തന്നെയായിരുന്നു കുറ്റാരോപിതർ എന്നുള്ളതും കൂടിയാണ് കുറ്റപത്രം. ആ ഒരു കേസിൽ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നു ക്രൈംബ്രാഞ്ച്. സ്ഥാപനത്തിൽ നടന്ന തട്ടിപ്പിൽ 66 ലക്ഷം രൂപ നഷ്ടമായെന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. 3 ജീവനക്കാരികളും 1 ജീവനക്കാരിയുടെ ഭർത്താവുമാണ് കേസിലെ പ്രതികൾ. ദിയ കൃഷ്ണയുടെ QR കോഡിന് പകരം ജീവനക്കാരികളുടെ QR കോഡ് വഴി പണം തട്ടി ആഡംബര ജീവിതത്തിനായി പണം ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ജീവനക്കാരികൾ നൽകിയ പരാതിയും ഇതോടൊപ്പം കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. കൃഷ്ണകുമാർ ജീവനക്കാരികളെ തട്ടിക്കൊണ്ടുപോയെന്ന കേസാണത്. എന്നാൽ ആ പരാതിയിൽ കഴമ്പില്ലെന്നാണ് പോലീസ് പറയുന്നത്.